ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിഷു സ്പെഷ്യലായിട്ടുള്ളൊരു നേന്ത്രപ്പഴം കിച്ചടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ലപോലെ പഴുപ്പാവാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്, അതായത് ഓവർ പഴുപ്പ് വേണ്ട. നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി തന്നെ കട്ട് ചെയ്ത പഴം കഷ്ണങ്ങൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ഒരു അല്പം ഇളം ചൂടുവെള്ളം നീകരെ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം വെക്കുക. കണ്ടില്ലേ, നമുക്കതിൻ്റെ കറ ഇളകി വരുന്നത് കാണാൻ പറ്റും. ഇത് പോയി കഴിഞ്ഞാൽ തന്നെ കറിക്ക് നല്ല കളറും രുചിയും കിട്ടും. ഇപ്പോൾ കറയെല്ലാം ഇളകി കഴിഞ്ഞതിന് ശേഷം ആ പഴം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്തു. ഒരു 100 ml തൈര് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി നാളികേരം, ചെറിയ അരമുറി നാളികേരമാണ്. 3 പച്ചമുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് പഴക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. പച്ചമുളക് കട്ട് ചെയ്തതും, പിന്നെ ഒരു 1/4 സ്പൂൺ കടുക് ചതച്ചത്, പിന്നെ 1/4 സ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിലധികം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷം നമ്മളത് വേവിച്ചെടുക്കണം. വളരെ ചെറു ചൂടിൽ വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾക്ക് അതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ നാളികേരം ചെരുവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് 1/4 സ്പൂൺ ചെറിയ ജീരകവും അല്പം വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതാ ഇതേ പരുവത്തിലാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ കറി തുറന്ന് വെക്കുന്ന സമയത്ത് ഒഴിച്ച വെള്ളമെല്ലാം വറ്റിയിട്ട് ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. കഴിക്കാൻ നല്ല രുചിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പച്ചടി എന്നും പറയാറുണ്ട്. എന്തായാലും ഇതുപോലൊന്ന് വിഷുവിന് ഉണ്ടാക്കി നോക്കുക. അരപ്പ് ഞാൻ നേരിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ തേങ്ങ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ഒരുവിധം ഒന്ന് നന്നപോലെ തിളച്ചതിന് ശേഷം ഞാനൊരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇല്ലെങ്കിൽ നമ്മൾക്ക് ശർക്കര ആയാലും മതിയാവും. ഒന്നുകൂടി തിളച്ചത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തൈര് എപ്പോഴും നമുക്കറിയാമല്ലോ, ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പച്ചടിയായാലും കിച്ചടിയായാലും തൈര് ഒഴിച്ചതിന് ശേഷം അധികം തിളക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ എന്തായാലും ഈ വിഷുവിന് നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന ഏകദേശം ഒരേപോലെ തന്നെയാണ്. എന്നാലും അതിൻ്റെ ചേരുവകളിൽ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കൂടി കുറവുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും സദ്യയുടെ ഒപ്പം കഴിക്കാനായിട്ട്. നേന്ത്രപ്പഴം വെച്ച് ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അതിൻ്റെ തിളത ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട നല്ലൊരു വറവാണ്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂണിലധികം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഒരു 3 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വറവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കി നല്ല സൂപ്പറായിട്ടുള്ള നേന്ത്രപ്പഴം കിച്ചടി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷുവിന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പഴം നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു നിറവും നല്ലൊരു രുചിയായിരിക്കും. ഞാനിത് വേറെ പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്